നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിക്കായി നെഞ്ചെടുപ്പോടെ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ജനവിധി അറിയാൻ പറഞ്ഞതുപോലെ ഒരു ദിനം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഒരു പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് അധികാരത്തിൽ തിരികെ എത്താമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അവസാന മണിക്കൂറിലും UDF. എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF പ്രതീക്ഷകൾക്ക് കരുത്തു പകർന്നിട്ടുമുണ്ട്. എന്നാൽ എക്സിറ്റ് പോളുകളിലും ഏതെങ്കിലും തരംഗം പ്രകടമല്ലാത്തത് ഭരണ തുടർച്ച സാധ്യമാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടതിൽ. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു. മന്ത്രിമാരും പരസ്പരം ആശംസകൾ കൈമാറുകയും ചെയ്തു. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് LDF. കാരണം എക്സിറ്റ് പോളുകളിലൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, നേരിയ മുൻതൂക്കമാണ് UDFന് പറയുന്നത്. അത് LDFന് വലിയ ആത്മവിശ്വാസം ഒക്കെയുണ്ട്. അപ്പോൾ വീണ്ടും അധികാരത്തിൽ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇന്നിപ്പോൾ അവസാനത്തെ മന്ത്രിസഭാ യോഗവും പിരിഞ്ഞത്. മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാർക്കും ആശംസകൾ നേരുകയും മന്ത്രിമാർ പരസ്പരം ആശംസകൾ കൈമാറുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അവസാന മന്ത്രിസഭാ യോഗത്തിലെ കാര്യങ്ങൾ ഒക്കെ എങ്ങനെയായിരുന്നു? സ്വാതി, തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ട് മുൻപ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും ഓൺലൈനായിട്ടാണ് യോഗത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പ്രകടമാക്കിയ ആത്മവിശ്വാസം മന്ത്രിസഭാ യോഗത്തിലും പ്രകടമായിരുന്നു. വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിലും ഉണ്ടായിരുന്നത്. മത്സരിക്കുന്ന എല്ലാ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി വിജയാശംസകൾ നേരുകയും ചെയ്തു. എല്ലാ മന്ത്രിമാരും പരസ്പരം വിജയാശംസ നേരുന്ന കാഴ്ച കൂടി ഇന്നത്തെ ഓൺലൈൻ യോഗത്തിൽ, മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങിയത്. അവിടെ ആണ് അദ്ദേഹം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം കാണുക. കഴിഞ്ഞ വട്ടവും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങുമ്പോഴും വലിയ ആത്മവിശ്വാസത്തോടെയാണ് മുഖ്യമന്ത്രി പോയത്. LDFന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം തന്നെ മുഖ്യമന്ത്രി വഹിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം മറ്റ് നേതാക്കൾക്ക്, ഒരുപക്ഷെ CPM സംസ്ഥാന സെക്രട്ടറിക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള കോൺഫിഡൻസ് മുഖ്യമന്ത്രി ഈ അവസാന നിമിഷത്തിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോഴൊക്കെ ഒരു ആശങ്ക LDF ക്യാമ്പിൽ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് UDFന്റെ ഭാഗത്തു നിന്ന് വലിയ കോൺഫിഡൻസ് ഉണ്ടാവുകയും അവർ മുഖ്യമന്ത്രി ചർച്ചകളിലേക്കും മന്ത്രിസഭാ രൂപീകരണത്തിലേക്കും ഒക്കെ പോയത് LDF ക്യാമ്പിൽ ആശങ്ക പടർത്തിയിരുന്നു. പക്ഷേ എക്സിറ്റ് പോളുകൾ അതൊന്നും അല്ല നൽകിയ സൂചന. ശക്തമായിട്ടുള്ള മത്സരമാണ് സംസ്ഥാനത്ത് നടന്നത്. ഒരു പക്ഷേ LDF അധികാരത്തിലെത്താം എന്നുള്ള സൂചന നൽകുന്ന എക്സിറ്റ് പോളുകൾ വരെ ഉണ്ടായി. അത് LDF ക്യാമ്പിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ വട്ടം നേടിയ 99 സീറ്റ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല LDF. എങ്കിൽ കൂടിയും കേവല ഭൂരിപക്ഷം മറികടക്കാനാവുന്ന മുന്നേറ്റം ഇത്തവണയും ഉണ്ടാകും എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. അത് ഒരു 70 തൊട്ട് 80 സീറ്റ് വരെ ഉള്ള ഒരു മാർജിനിൽ ഇത്തവണ അധികാരം പിടിക്കാം എന്നുള്ളതാണ് LDF ക്യാമ്പ് കരുതുന്നത്. വടക്കൻ ജില്ലകളിൽ, അതായത് മലബാർ മേഖലയിൽ കഴിഞ്ഞ വട്ടം ലഭിച്ച അത്രയും സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നില്ല. മധ്യ കേരളത്തിലും തിരിച്ചടി ഉണ്ടാകും എന്ന് ആണ് വിലയിരുത്തുന്നത്. പക്ഷേ തെക്കൻ ജില്ലകളിൽ വലിയ ഒരു നഷ്ടം സീറ്റുകളുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് LDF വിലയിരുത്തുന്നു. അങ്ങനെ വടക്കൻ മധ്യ ജില്ലകളിൽ ഉണ്ടാകുന്ന തിരിച്ചടി തെക്കൻ ജില്ലകളിലെ മുന്നേറ്റം നിലനിർത്തുന്നത് വഴി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താം എന്നാണ് ഈ അവസാന നിമിഷത്തിലും LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. സ്വാതി. ശരി അർജുൻ.